സച്ചേട്ടാ, സച്ചേട്ടനൊന്നും കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ട. പിന്നെ ഇനി എപ്പോഴാ? നേരെ എത്രയെന്നറിയോ? സച്ചേട്ടൻ വാ, ഒന്ന് വല്ലതും കഴിക്ക്. സച്ചേട്ടൻ എന്തായി ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയ് സച്ചേട്ടാ. എന്താ ധനുഷ്, ഫോൺ റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ലേ? അത് അത്യാവശ്യമുള്ള കോളല്ല സർ. വീട്ടിൽ നിന്നാ. സമയം പോലെ തിരിച്ചു വിളിച്ചോളാം. അങ്ങനെ പറയല്ലേ ധനുഷ്. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കോൾ എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ആവില്ലേ? ഇനി വിളിച്ചെടുക്കാം സർ. അത്യാവശ്യം ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം വിളിക്കും. അങ്ങനെയാ വീട്ടിലെ രീതി. അവന്തിക വീണ്ടും വിളിച്ചാൽ ശരിയാവില്ല. എങ്ങാനും നന്ദൻ കണ്ട എല്ലാം തീരുമാനമാവും. ഫ്ലൈറ്റ് മോഡ് ആക്കുന്നതാണ് നല്ലത്. ഈ പത്രത്തിലുള്ള ഓരോ വാർത്തകൾ വായിക്കാൻ തന്നെ പേടിയാവുക. കൂടുതലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ വാർത്തയാ. ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു. അതും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക്. നമ്മളെപ്പോലെ തന്നെ ഏതോ അച്ഛൻ്റെ അമ്മയുടെ മക്കൾ തന്നെയല്ലേ അവരും. അവരെ ഓർത്ത് എന്തോരം കണ്ണീര് കുടിക്കുന്നുണ്ടാവുക അച്ഛനമ്മമാര്. ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ മാഷി ഈശ്വരൻ കൊടുക്കുന്നത്. നമ്മുടെ വിധി തന്നെ കണ്ടില്ലേ? 2 മക്കൾ ഒരേ വീട്ടില്. അതിലൊരു മോള് ഗർഭിണിയായ സന്തോഷം ഉള്ളിലുള്ളപ്പോഴും മറ്റൊരു മോളുടെ സങ്കടം അതേപോലെ തന്നെ ഇല്ലേ? ജീവിതാവസാനം വരെ അത് നമ്മളെ വിട്ടു പോവുകയില്ല. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല കമലേ. അച്ചുമോള് ഗർഭിണിയാവില്ല എന്നുള്ളത് ഒരിക്കലും ആരും അറിയില്ല. ഉറപ്പാ എനിക്ക്. സച്ചിമോന്റെ വണ്ടിയല്ലേ ഇത്? അർച്ചന വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നേ. വാ മോനെ, അകത്തോട്ടേ വാ. വാ മോനെ, വാ
അച്ഛനെ എന്താ മോനെ കൊണ്ടുവരാഞ്ഞത്? അർച്ചനയെ അനൂപേട്ടനും മറ്റാരും അറിയാത്തൊരു കാര്യം, നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം. ഞാനിപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാനാ വന്നത്. എന്താ എന്താ മോനെ കാര്യം? പറയാം. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഒരു മകന്റെ സ്നേഹവും വാത്സല്യവും നിങ്ങൾ എനിക്ക് തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന കാര്യം ചോദിക്കാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കുറേ ആലോചിച്ച ശേഷം സത്യം എന്താണെന്നറിയാൻ ഞാൻ ഇവിടേക്ക് വന്നത്. അർച്ചന ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യം എന്നിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും എന്തിനാ മറച്ചു വെച്ചത്? അല്ലെങ്കിൽ ഇപ്പോഴും മറക്കുന്ന എന്തിനാണ്? ഞാൻ ഈ കാര്യം ഒരിക്കലും അറിയരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിട്ടില്ല. എനിക്കറിയാം, എല്ലാം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറ. എന്തിനായിരുന്നു നിങ്ങൾ എന്നെ ചതിച്ചത്? എന്നെ എന്നതിലുപരി അർച്ചനെ കൂടിയല്ലേ നിങ്ങൾ ചതിച്ചത്? ഞാനിതൊക്കെ അറിഞ്ഞാൽ എനിക്ക് അവളോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെ കരുതിയെങ്കിൽ തന്നെ ഞാനിതൊക്കെ അറിഞ്ഞിട്ട് കുറെ നാളുകളായി. അർച്ചന ഇപ്പോഴും എൻ്റെ കൂടെ നെല്ലിശ്ശേരി ജീവിക്കുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. എനിക്കറിയാം, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഞെട്ടലിലും വിഷമത്തിലുമാണ് നിങ്ങളെന്ന്. പക്ഷേ ഉത്തരം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തിനായിരുന്നു ആ വലിയ സത്യം എന്നിൽ നിന്നും മറച്ചു വെച്ചത്? അതിന് വ്യക്തമായ ഉത്തരം നിങ്ങളുടെ പക്കൽ ഇല്ല എങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വേണം പറയാൻ. പക്ഷേ ചതിയിലൂടെ സ്വന്തം മകളെ ഒന്നും അറിയാത്ത എന്റെ തലയിൽ കെട്ടിവെച്ച് എന്റെ ജീവിതം കൂടി നശിപ്പിച്ച രണ്ടുപേരായിട്ടെ എനിക്ക് നിങ്ങളെ ഇനി കാണാൻ പറ്റൂ. എന്റെ സ്വന്തം അച്ഛനും അമ്മയാണെന്നുള്ള എന്റെ മനസ്സിൽ സ്ഥാനം ഉപേക്ഷിച്ചിട്ടാ ഞാനിപ്പോ ഈ പടി ഇറങ്ങുന്നത്. മോനെ മോനെ മോൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റ് ഞങ്ങൾ പറയുന്നില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്. പക്ഷെ ചതിച്ചൊന്ന് മാത്രം നീ പറയരുത്. അതൊരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. ഈ ചോദ്യം ചോദിച്ച് എന്നെങ്കിലും മോനെ വീട്ടിലേക്ക് വരുമെന്ന് ചിലപ്പോഴെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷെ അപ്പോഴൊക്കെ പ്രാർത്ഥനയിലും ഈശ്വരനിലും വിശ്വാസം അർപ്പിച്ചിരിക്കായിരുന്നു ഞങ്ങൾ ഇതുവരെ. പക്ഷെ ഈശ്വരനും കൈവിട്ട സ്ഥിതിക്ക് ഞങ്ങളൊന്നും ഇനി മോനോട് മറച്ചു വെക്കുന്നില്ല. ശരിക്കും പേടി തന്നെയായിരുന്നു ഞങ്ങളുടെ മോളെ ഓർത്ത്, അവളുടെ ജീവിതം ഓർത്ത്. നല്ലൊരു കുടുംബജീവിതമില്ലാന്ന് എന്നേക്കുമായിട്ട് വിധി എഴുതിയ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് സച്ചിയുടെ വിവാഹാലോചന വന്നപ്പോ ആദ്യം ഞാനും മാഷോ നമ്പരുന്നുള്ളത് നേരാ.
ഇത് വേണോ വേണ്ടിയോന്ന് ഞങ്ങൾ പലതവണ ആലോചിച്ചതുവാ. പക്ഷെ അവളുടെ സന്തോഷം കണ്ടപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ തോന്നിയില്ല മോനെ. അവള് കരയുന്നത് കാണാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറയുന്നതാവും ശരി. അതിനിടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ സ്വാർത്ഥരായിപ്പോയി. ആദ്യമൊക്കെ ഞങ്ങളെല്ലാം പറയണമെന്ന് കരുതിയതാ. പക്ഷെ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടപ്പോ പലപ്പോഴും ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് മറന്നതാ. എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്ന് സ്വയം വിശ്വസിച്ചു ഞങ്ങളും. പക്ഷെ എല്ലാം പറയുമ്പോഴും ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം. ഈ സത്യം ഞങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരാൾക്കും കൂടെ ഇത്. അമലേ, ആ ആ സച്ചി എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അച്ഛൻ കൊണ്ടുവന്നില്ലേ സച്ചിയങ്ങളെ? ഇല്ല, അങ്കിള് മാത്രമേ വന്നോളൂ മോളെ. സച്ചി വാ. ആ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാണോ സച്ചി? ഞാൻ ആതിരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അവക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് താല്പര്യം എന്ന രീതിയിൽ സന്ദീപിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്തിനാ ആതിര ആന്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അപ്പൊ അച്ഛൻ ആന്റിയെ കൊണ്ടുവരില്ലേ? ആന്റി ഇപ്പൊ ഗർഭിണിയല്ലേ മോളെ. അച്ചു ആന്റി ഗർഭിണിയാവുമ്പോ ആന്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ സച്ചി? അല്ല, ആതിര അവിടെ നിൽക്കുന്നതല്ലേ സേതുവിന് ഇഷ്ടം. ഇനി അദ്ദേഹത്തിന് വിഷമാവോ? വിഷമമൊന്നുമില്ല. സന്ദീപ് അച്ഛനോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ആ ഉടനെ ഒരു സമയം അറിയിക്കാം. ഇങ്ങനൊരു നല്ല കാര്യം പറയാൻ വരുമ്പോ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. ഞാൻ വിളിക്കാം അവളെ. സച്ചി ഇവിടെ വന്ന് ഇത് പറഞ്ഞെന്ന് പറയുമ്പോ അവൾക്ക് സന്തോഷമാവും. ആ ഹലോ അനുപേട്ടാ. ആ നീ എവിടെയാ? ഞാൻ വീട്ടിലാ. എന്താ അനുപേട്ടാ? ആ ഞാൻ ചുമ്മാ വിളിച്ചതാ. സാധാരണ സച്ചി ഇവിടേക്ക് വരുമ്പോ നീ വരുന്നതല്ലേ, ഇന്ന് കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. സച്ചേട്ടൻ അവിടെ വന്നോ? ആഹാ, അപ്പൊ നീ അറിഞ്ഞില്ലേ? സച്ചി ഇവിടെ ഉണ്ട്. ഞാൻ കരുതി നീ അറിഞ്ഞിട്ടാവും വന്നതെന്ന്. എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സച്ചേട്ടനൊന്ന് വിളിക്കട്ടെ. നീ സച്ചിയെ വിളിക്കണ്ട, ഞാൻ ഫോൺ കൊടുക്കാം. സച്ചി ദാ അച്ചുവാ. ഹലോ. സച്ചേട്ടൻ വീട്ടിലേക്കാണോ പോയത്? പിന്നെന്താ എന്നോട് പറയാതിരുന്നേ? ആ അത് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് കരുതി ഇറങ്ങിയതല്ല. ആതിരയ്ക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമെന്ന് സന്ദീപ് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്ന കാര്യം സംസാരിക്കാന്ന് കരുതി അങ്ങനെ വന്നതാ. ഞാൻ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചു. സച്ചേട്ടാ, ആ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. വന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. അനുപേട്ടനെ വിളിച്ചോളാം. എന്നാ ആയിക്കോട്ടെ.
ബൈ ബൈ. ടാറ്റാ. ബൈ ബൈ. ആ എണ്ണ തേക്കുന്നുണ്ട് ഇപ്പൊ മുടി കൊഴിച്ചിലില്ല. എന്റെ അമ്മ വീട്ടിൽ നിന്ന് കാച്ചി കൊടുത്ത് വിട്ടതാ. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ആ ധനുഷ് എന്ന് പറയുന്നവൻ അത് തലേ തേച്ച് നടക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ അവൻ പറയാ അവന്റെ മുടി കൊഴിയുന്നു. അവനെ കാരണം അടുക്കളയിൽ ഒരു സാധനം പോലും വെക്കാൻ വയ്യാണ്ടായി. എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കും. എന്നിട്ട് അതിലിരിക്കുന്ന എന്താണോ അതെടുത്ത് കറമുറ തിന്നും. ഇന്നലെ തേങ്ങാമുറി കണ്ടപ്പോ അതെടുത്ത് തിന്നിട്ട് പറയുക ഇതിനോടൊക്കെ അവന് വലിയ കൊതിയാന്ന്. ബെസ്റ്റ്. പുള്ളി സ്മാർട്ട് ആവാൻ നോക്കുന്നതാ. പിന്നെ തേങ്ങ എടുത്ത് തിന്നിട്ടല്ലേ സ്മാർട്ട്നെസ് കാണിക്കുന്നത്. പുള്ളി കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നാ പുള്ളിയുടെ വിചാരം. ഓവർ സ്മാർട്ട് ആണെന്ന് കാണുന്നവർക്കല്ലേ അറിയൂ. ഓവർ സ്മാർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച. അച്ചു, അപ്പൊ ഉറപ്പായിട്ടും വന്നു കയറി ആ മാരണത്തെ പറ്റി ആവാനേ വഴിയുള്ളൂ. ചേച്ചിക്കും തോന്നിയില്ലേ അയാള് കുറച്ച് ഓവറാണെന്ന്? കുറച്ചല്ല, നല്ല ഓവറാ. ഇവനെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇവിടെ ഉള്ളവരെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ ആവുന്നത്ര പറഞ്ഞത് കേട്ടിട്ടേ ആരെങ്കിലും കേക്കണ്ടേ? ഒരു കാര്യം ഉറപ്പാ, അവൻ അധിക കാലം ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടാവരുത്. നമ്മൾ അവന് പണി കൊടുക്കുകയാണെന്ന് അറിയാത്ത രീതിയിൽ അവനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. അവസാനം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അവനായിട്ട് തന്നെ ഇവിടുന്ന് പോണം. അതെ, അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. അവനെന്തോ വലിയ ആളും ബാക്കിയുള്ളവരൊക്കെ താഴെ തട്ടിലുള്ളവനാണെന്ന് അവന്റെ വിചാരം. ഇന്നലെ തന്നെ സന്ദീപിന് അവൻ ഒരുമാതിരി കളിയാക്കി വർത്തമാനം പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം വന്നതാ. ഓഫീസിലെ സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ചും അതും ഇതും പറയുന്നു സന്ദീപ് പറയുന്നുണ്ട്. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട, ഉടനെ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ. സച്ചേട്ടൻ നമ്മുടെ വീട്ടിൽ ചെന്ന് നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്ന കാര്യം സംസാരിച്ചെന്ന് ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞതാ. എപ്പോഴാ ചേച്ചി അവരെന്നെ വിളിക്കാൻ വരുന്നേ? അത് സച്ചേട്ടൻ വന്നാലേ അറിയാൻ പറ്റൂ. കൊച്ചിനെ വെച്ചൊരു പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ അർച്ചനയും കൂടി ഇതിന് സമ്മതിച്ചത്. നീ വീട്ടിൽ പോകുന്നത് അർച്ചനയ്ക്ക് എനിക്കും കുറച്ചില്ല. അവന്തിക്കെ പേടിച്ച് നീ പോയതാന്ന് പറയും. ഞങ്ങൾക്ക് നിന്നെ അവളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്തോണ്ട് നിന്നെ പറഞ്ഞു വിട്ടതാണെന്ന് അവള് പറയും. സത്യം പറഞ്ഞാ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെയാ ഞാൻ പോവാന്ന് കരുതിയത്. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നേരത്തെ മീരടുത്ത് പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാ.
കുഞ്ഞിനെ വെച്ച് പരീക്ഷിക്കണ്ടെന്ന് ഒറ്റ കാരണം കൊണ്ട്.